പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീമൻ ജി സുധാകരൻ CPM-ഉമായിട്ടുള്ള പതിറ്റാണ്ടുകളുടെ ബന്ധം അവസാനിച്ചതോടുകൂടി നേരം ഇരുട്ടി വെളുക്കുമ്പോൾ സുധാകരൻ വർഗവഞ്ചകനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ സുധാകരൻ വർഗവഞ്ചകനായിരുന്നില്ല. പക്ഷേ CPM-ഉമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതോടുകൂടി CPM-ൻ്റെ അംഗത്വം പുതുക്കണ്ട എന്ന് തീരുമാനിച്ചതോടുകൂടി അദ്ദേഹം വർഗവഞ്ചകൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ CPM-കാരനാണെങ്കിൽ, നിങ്ങൾ CPM-ൻ്റെ കാർഡ് ഹോൾഡർ ആണെങ്കിൽ, നിങ്ങൾ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്താണെങ്കിൽ, നിങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പോരാളി, അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതായത് CPM-നകത്ത് നിൽക്കുന്നവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. നിങ്ങൾ CPM-കാരനാണെങ്കിൽ നിങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ മൊത്ത കച്ചവടം ഏറ്റെടുത്തിട്ടുള്ളയാൾ. നിങ്ങൾ CPM-ൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ തൊഴിലാളി വർഗത്തെ ഒറ്റുകൊടുത്തവൻ, നിങ്ങൾ വർഗവഞ്ചകൻ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ 40-40 വർഷക്കാലം CPM-നകത്ത് നിന്ന് ഒരു അഴിമതി ആരോപണം പോലും കേൾപ്പിക്കാത്ത, ഒരു തരത്തിലുള്ള ആരോപണം കേൾപ്പിക്കാതെ 40-40 വർഷക്കാലം ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി ഇരുട്ട് വെളുക്കെ പണിയെടുത്ത ഒരു നേതാവ്, ആ നേതാവ് ആ പാർട്ടി അംഗത്വം അവസാനിപ്പിക്കുന്ന നിമിഷം മുതൽ വർഗവഞ്ചകൻ. അയാൾക്ക് വോട്ടില്ല, അയാൾക്ക് മാപ്പില്ല, അയാൾക്കെതിരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം, പിന്നെ ജാഥകൾ, പിന്നെ പ്രസംഗങ്ങൾ, പിന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഈ വർഗവഞ്ചകൻ എന്ന് നമ്മൾ സുധാകരനെ ആക്ഷേപിക്കുമ്പോൾ എങ്ങനെയാണ് സുധാകരൻ വർഗവഞ്ചകനാവുന്നത്? സുധാകരൻ എവിടെയാണ് തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടുള്ളത്? സുധാകരൻ CPM-ൻ്റെ മെമ്പർഷിപ്പ് പുതുക്കണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ സുധാകരൻ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചത് എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് സുധാകരൻ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം തൊഴിലാളി വർഗത്തിൻ്റെ അട്ടിപ്പേരെടുത്തിട്ടുള്ളത് CPM എന്ന് പറഞ്ഞ പാർട്ടിയൊന്നുമല്ലല്ലോ. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ CPM-ൻ്റെ അംഗത്വം എടുത്താലേ മാത്രമേ കഴിയൂ എന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി ഏത് കമ്മ്യൂണിസ്റ്റുകാരനും പ്രവർത്തിക്കാം. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അവൻ മാർക്സിസ്റ്റുകാരനാണെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ മാർക്സിസ്റ്റ് ആവണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അതിനകത്ത് CPM-നകത്ത് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ എന്നൊക്കെ വല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലയിടത്തും പോയി പറഞ്ഞാൽ മതി. അതൊന്നും ജനം അംഗീകരിക്കില്ല. അപ്പോൾ സുധാകരൻ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിച്ചത്? സുധാകരൻ വർഗവഞ്ചകനാണോ അല്ലയോ എന്നുള്ളത് CPM-കാരെ അയാൾ വർഗവഞ്ചകനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ വർഗവഞ്ചകനാണെന്നില്ല. സുധാകരൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുമ്പോൾ സുധാകരൻ വർഗവഞ്ചകനാണോ അല്ലയോ എന്നുള്ളതാണ്. അതങ്ങനെ നിരീക്ഷിക്കുമ്പോൾ സുധാകരൻ വർഗവഞ്ചകനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാവുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹം നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എവിടെയാണ് തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊഴിലാളി വർഗത്തിന് ചതിക്കുന്ന എന്ത് പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുധാകരൻ 3-4 പതിറ്റാണ്ട് കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്തും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കണ്ടെന്ന് തീരുമാനിക്കുന്ന സമയങ്ങളിലും അദ്ദേഹം തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഈ CPM-നകത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കന്മാർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ എന്നാണോ വാദം? അത് ശുദ്ധാസംബന്ധമല്ലേ? അതാർക്കാണ് പിന്നെ അത് വിശ്വസിക്കാൻ കഴിയുക? തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ടല്ലേ ഇപ്പോഴത്തെ CPM എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടാണോ CPM-ൻ്റെ കേരളത്തിലെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പാർട്ടിയും മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് എത്രയോ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കൾ?
പിണറായി വിജയൻ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്, പിണറായി വിജയൻ പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിലയിൽ നിക്ഷിപ്ത താല്പര്യക്കാരുടെയും പണക്കാരുടെയും ശതകോടീശ്വരന്മാരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചങ്ങാത്ത മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? പിണറായി വിജയൻ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുച്ഛിച്ച് ചിരിക്കാനല്ലേ സുഹൃത്തുക്കളെ പറ്റുള്ളൂ. അങ്ങനെ ഒരു പാർട്ടിയുമായി ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് സുധാകരൻ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ നിന്ന് പിന്നെ മെമ്പർഷിപ്പ് പുതുക്കാതെ വിട്ടൊഴിഞ്ഞത്. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സുധാകരനാണ്. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സുധാകരനാണ്. ശരിക്കും വർഗവഞ്ചകരെന്ന് പറയുന്നത് ഇന്നത്തെ CPMൻ്റെ നേതൃത്വമാണ്. എന്നാൽ അതിന് വരെ ഇപ്പോൾ CPM നേതൃത്വം പറയുന്നത് എന്താ? CPM എന്ന് പറഞ്ഞ പാർട്ടി പറയുന്നത് എന്താ? നിങ്ങൾ എത്ര അഴിമതിക്കാരനാണെങ്കിലും, നിങ്ങൾ എത്ര നിശ്ചിത താല്പര്യക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ എത്ര ശതകോടീശ്വരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ ചങ്ങാത്ത മുതലാളിത്ത പ്രത്യയശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിലും, നിങ്ങൾ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് അകത്താണെങ്കിൽ നിങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു അത്യന്തം അസംബന്ധവാദം മുന്നോട്ട് വെക്കുകയല്ലേ ഈ CPM നേതാക്കൾ ചെയ്യുന്നത്. നിങ്ങൾ CPMനകത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെറ്റത്തരം കാണിച്ചാലും നിങ്ങൾ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ. നിങ്ങൾ ഒരു ചെറ്റത്തരവും കാണിക്കാതെ ആത്മാർത്ഥമായി ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടുകൂടി നിങ്ങൾ CPMനകത്ത് പ്രവർത്തിക്കുകയും നിങ്ങൾ CPMൻ്റെ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം മുതൽ വർഗവഞ്ചകൻ. ഇതൊക്കെ വല്ല പാർട്ടി കമ്മിറ്റിക്കകത്തോ അല്ല CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്തോ അല്ലെ സെക്രട്ടേറിയറ്റിനകത്തോ ഒക്കെ പറയാം. ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. ഇതൊന്നും പാർട്ടി അണികൾ പോലും അംഗീകരിക്കില്ല. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല ഈ പാർട്ടി എന്നുള്ളതുകൊണ്ടാണല്ലോ നിരന്തരമായി ഇപ്പോൾ ഈ പാർട്ടി തോറ്റുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ എടുത്തു നോക്കിയേ. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഈ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാർട്ടി തോറ്റു തുന്നം പാടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 18 സീറ്റ് മാത്രമാണ്, 2 സീറ്റ്, 1 സീറ്റിൽ മാത്രമാണ് ഈ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാർട്ടി ജയിച്ചത്. 2025 ഡിസംബർ 9നും 11നും നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ പാർട്ടി തോറ്റു തുന്നം പാടി. പക്ഷേ എന്നാലും CPMൻ്റെ നേതാക്കൾ പറയുന്നത് എന്താണ്? എന്ത് ചെറ്റത്തരം കാണിച്ചാലും, എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും, പണക്കാരനുമായിട്ട് എത്ര ഒത്തുകളിച്ചാലും, കോടീശ്വരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്താലും നിങ്ങൾ CPMനകത്താണെങ്കിൽ നിങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, നിങ്ങൾ CPMൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ വർഗവഞ്ചകൻ. ഇതൊക്കെ ജനങ്ങളും പാർട്ടി അണികളുമൊക്കെ അംഗീകരിക്കുന്ന കാലം പോയി എന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ഈ CPMൻ്റെ ഈ അടിമകളായിട്ടുള്ള കമ്മികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ സുധാകരനാണ്. ആ സുധാകരൻ യഥാർത്ഥത്തിൽ CPMുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത് തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ലാതായി ആ പാർട്ടി എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരനെ വർഗവഞ്ചകനെന്ന് വിളിക്കുന്നവർക്ക് ഈ പറയുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ അർത്ഥം പോലും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ മിനിറ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് CPMൻ്റെ ഇന്നത്തെ നേതാക്കന്മാരാണ്, അവരുടെ പാർട്ടി നേതൃത്വമാണ്, അവരുടെ മുഖ്യമന്ത്രിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.